നമസ്കാരം. ന്യൂസ് 25ലേക്ക് സ്വാഗതം. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തണമെന്ന് സ്കൂൾ അധികൃതർ. DDE ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് സത്യവിരുദ്ധമാണെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. തെളിവോടുകൂടി ഇക്കാര്യത്തിൽ സർക്കാരിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ അബിൻ വർക്കിയെ തോളിലേറ്റി പ്രവർത്തകർ. വിശ്വാസ സംരക്ഷണ ജാഥ വേദിയിലേക്കാണ് അബിൻ വർക്കിയെ പ്രവർത്തകർ തോളിലേറ്റി എത്തിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദിവാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് ഈ നാടകീയ സംഭവം. മന്ത്രി സജി ചെറിയാന് മുതിർന്ന CPM നേതാവ് G സുധാകരന്റെ രൂക്ഷ വിമർശനം. സജി തന്നെ ഉപദേശിക്കാനായിട്ടില്ലെന്നും സൂക്ഷിച്ച് സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി CPM നേതാവ് AK ബാലൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയും ഒരു വരിയോ അക്ഷരമോ G സുധാകരനെതിരെ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് AK ബാലൻ പ്രതികരിച്ചു. താൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവുകളെ സംബന്ധിച്ചാണെന്നും AK ബാലൻ. തിരുവനന്തപുരത്തെ പുതിയ AKG സെന്റർ നിലനിൽക്കുന്ന ഭൂമി വാങ്ങിയത് നിയമാനുസൃതമെന്ന് CPM സുപ്രീം കോടതിയിൽ. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 32 സെന്റ് സ്ഥലത്തെ സംബന്ധിച്ച തർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയിൽ CPM സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഹിജാബ് വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറികൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളവർ ഇക്കൊല്ലം ഹിജാബ് ധരിക്കാനുള്ള ആവശ്യവുമായി എത്തിയിരിക്കുകയാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ഇരവാദം പൊക്കിപ്പിടിച്ചുള്ള നാടകങ്ങളുമായി ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കൾ തിരശ്ശീലയിടുന്നതാണ് നല്ലതെന്നും എഡിറ്റോറിയൽ. ചികിത്സ നിഷേധിക്കപ്പെട്ട് റോഡരികിൽ പ്രസവിച്ച് 27-കാരിയുടെ നവജാത ശിശു മരിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് പൽവാലിലാണ് സംഭവം. പുതിയ അൾട്രാസൗണ്ട് സ്കാൻ റിപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞ പ്രാദേശിക സർക്കാർ ആശുപത്രിയായ പൽവാൽ സിവിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ യുവതിക്ക് പ്രസവം നിഷേധിക്കുകയായിരുന്നു. രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് തീപിടിച്ച് 20 പേർ വെന്തു മരിച്ചു. 16 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിലേക്ക് വിവിധ ആളുകളെ തെരഞ്ഞെടുത്ത തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിഫ്. വോട്ട് തീരുമാനവുമായി ബന്ധമില്ലെന്ന് ഉദയ് ഭാനു പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനവും കീഴ്വഴക്കവും ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കരൂർ ദുരന്തത്തിൽ പ്രഖ്യാപനവുമായി തമിഴക വെട്രി കഴകം. TVK സമിതി ഇന്ന് കരൂരിലെത്തും. ദുരിതം ബാധിച്ച കുടുംബങ്ങളെ TVK ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപനം. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് TVK ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ മകളുടെ തുടർ ചികിത്സയ്ക്കെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഹമാസ് ബന്ദികളാക്കിയ 4 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന. ഇന്നലെ രാത്രി റെഡ് ക്രോസ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ഇസ്രായേൽ സേനയ്ക്ക് കൈമാറുകയുമായിരുന്നു. ജൻസി പ്രക്ഷോഭത്തിൽ പ്രസിഡന്റ് രാജ്യം വിട്ടതോടെ മഡഗാസ്കറിൽ ഭരണം പിടിച്ചെടുത്ത സൈന്യം തങ്ങൾ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നുവെന്ന് കേണൽ മിഷേൽ റാൻഡ്രിയാരിന ദേശീയ റേഡിയോയിലൂടെ പ്രസ്താവിച്ചു. G സുധാകരൻ നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയായിരിക്കെ 141 നിയോജക മണ്ഡലങ്ങളിലേക്കും ഒരുപോലെ പണം കൊടുത്ത മന്ത്രിയായിരുന്നു G സുധാകരനെന്നും VD സതീശൻ. G സുധാകരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഇപ്പോൾ സാഹചര്യമില്ലെന്ന് KC വേണുഗോപാൽ MPയും പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ അനന്ത സുബ്രഹ്മണ്യത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് SIT. വിജയമല്യയ്ക്ക് വേണ്ടി ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് കരാർ ജോലി ചെയ്ത ചെന്നൈയിലെ ജ്വല്ലറിയിൽ എത്തി അന്വേഷണ സംഘം തെളിവെടുത്തു. തന്റെ മകൻ തനിക്കൊരു മാനക്കേടുമുണ്ടാകാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. മുഖ്യമന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കടക്കലിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതിയെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയുടെ ഒപ്പം താമസിക്കുന്നയാളാണ് പ്രതി. കണ്ണൂർ സ്വദേശിയായ പ്രതി വാഗമണിലെ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. ഉത്തരാഖണ്ഡിനെ ഭീതിയിലാഴ്ത്തിയ അജ്ഞാത പനി പടരുന്നു. 2 ജില്ലകളിലെ 10 പേരാണ് പനി ബാധിച്ച് മരിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആരോഗ്യ അധികൃതർ പറയുന്നു. നവംബറിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ജൻസുരാജ് പാർട്ടി സ്ഥാപകനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ. തന്റെ പാർട്ടിയുടെ വലിയ നന്മയായിട്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക കിട്ടാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം റോഡപകടമായി ചിത്രീകരിച്ച ഭർത്താവ് അറസ്റ്റിൽ. ബംഗാളിൽ MBBS വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ സഹപാഠി അറസ്റ്റിൽ. വിദ്യാർത്ഥിനിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പോയ സഹപാഠിയെയാണ് ഇന്നലെ പിടിയിലായത്. മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ കേസിൽ 6 പേരാണ് അറസ്റ്റിലായത്. യുവ റിപ്പബ്ലിക്കൻ നേതാക്കളുടെ കടുത്ത വംശീയതയും ഹിറ്റ്ലർ ആരാധനയും പ്രകടമാകുന്ന ടെലിഗ്രാം ചാറ്റ് പുറത്തുവിട്ട പൊളിറ്റിക്ക റിപ്പോർട്ട്. ചാറ്റ് ഗ്രൂപ്പിൽ വ്യാപകമായ വംശീയത, ജൂതവിരുദ്ധത, സ്ത്രീവിരുദ്ധത, അക്രമാസക്തമായ സന്ദേശങ്ങൾ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ചാറ്റ് പുറത്തു വന്നതിനെ തുടർന്ന് നേതാക്കൾ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘന വിവാദത്തിൽ ദേവസ്വം ബോർഡാണ് കത്തിലൂടെ എല്ലാം അറിയിച്ചതെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്. അറിഞ്ഞാൽ ഇടപെടേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും തന്ത്രി പറഞ്ഞു. തൃശൂരിൽ കുഴഞ്ഞു വീണ യുവാവ് ആംബുലൻസ് കിട്ടാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ. ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകിയെന്നാണ് പോലീസ് റിപ്പോർട്ട്.
ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന പക്ക ഫൺ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ചിത്രമായ പെറ്റ് ഡിറ്റക്റ്റീവ് ഒക്ടോബർ 16-ന് ഡ്രീം ബിഗ് ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്നു. വിനയ് ഫോർട്ടെ, രഞ്ജി പണിക്കർ, ജോമൻ ജ്യോതിർ, വിനായകൻ, ശോഭി തിലകൻ, നിഷാന്ത് സാഗർ, ശ്യാം മോഹൻ തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ. ഇതോടെ ന്യൂസ് at 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.